ബേപ്പൂർ തീരത്തിന് സമീപം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ഇതിൽ ഉണ്ടായിരുന്ന 22ഓളം ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 18 ആളുകളെ രക്ഷിക്കാൻ സാധിച്ചു. 4 പേരെ കാണാനില്ല. ചില ജീവനക്കാർക്ക് പരിക്കുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ അത്തരത്തിൽ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് എന്നുള്ളതാണ് അല്പം ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യം ആയിട്ട് വരുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, നിലവിൽ കേരള തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. പക്ഷേ ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരം ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കാമോ? നിലവിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരള തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഘർഷണത്താലും സ്പർശനത്താലും വായുസ്പർശനത്താലും തീപിടിക്കുന്ന അപകടകരമായ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറിലുള്ളത്. 670ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 18 പേരെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ 2 പേർ തായ്വാൻകാർ, ഒരാൾ മ്യാൻമാർ തുടങ്ങി 4 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ INS സൂറത്ത് അടക്കമുള്ള കപ്പലുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അർണവേഷ് അടക്കമുള്ള 5 കപ്പലുകൾ എത്തിയിട്ടുണ്ട്. 4 ഡോണിയർ വിമാനങ്ങളുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഇന്ത്യൻ നാവികസേന ആസ്ഥാനത്തേക്കും ഒപ്പം തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തീരസംരക്ഷണ സേനയുടെ ഓഫീസിലേക്കും ഒരു കപ്പലിന് തീപിടിച്ചതായുള്ള വിവരം ലഭിക്കുന്നത്. അത് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു തീപിടുത്തമുണ്ടായത് എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. എന്തായാലും അതേ തുടർന്ന് ഇന്ത്യൻ നാവികസേന 11 മണിയോടുകൂടി INS സൂറത്ത് തുടങ്ങി അവരുടെ കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇറക്കി. ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയും ഇത് തന്നെയാണ്. അവരുടെ അർണവേഷ് അടക്കമുള്ള 5 കപ്പലുകളാണ് ഈ പ്രദേശത്തേക്ക് വിട്ടത്. എന്തായാലും ഈ കപ്പലുകളും ഒപ്പം തന്നെ ഡോണിയർ വിമാനങ്ങളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 18 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവരെ കൊച്ചിയിലേക്കും കോഴിക്കോടേക്കും കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ 4 പേർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മ്യാൻമാർ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് കാണാതെയായിരിക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ഒരു നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഇപ്പോഴും കപ്പലിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളോട് കപ്പൽ ഉപേക്ഷിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം തീ അതിവേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വായു സ്പർശനത്താലും ഘർഷണത്താലുമെല്ലാം തീപിടിക്കുന്ന അപകടകരമായ വസ്തുക്കളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്.